എൻ്റെ പൊന്നേ, ഇതിൻ്റെ ഇങ്ങനെ കിടക്കണേ നിങ്ങൾ. എൻ്റെ ഇങ്ങനെ കിടക്കണേ നിങ്ങൾ. ചെറിയ പൊന്നി എൻ്റെ ഇങ്ങനെ കിടക്കണേ. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണം. കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നു. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, എടാ നീ പോയി കട്ടിലിൽ കിടക്കണം, തറയിൽ കിടക്കാതെ എന്ന്. അപ്പോൾ അവൻ കട്ടിലിൽ കിടന്നതാണ് ഈ കാണുന്നത് കേട്ടോ. വന്നതുകൊണ്ട് ഇത് കണ്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, മോൻ്റെ ടോയ്സിൻ്റെ കൂമ്പാരങ്ങളാണ്. അവൻ്റെ ഡാഡി ഓരോന്ന് പറക്കി അത് തുടച്ച് ഒരു ടർക്കി കൊണ്ട് തുടച്ചിട്ട് ഇവിടെ വച്ചതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, തുടച്ചിട്ട് ഇവിടെ വച്ചിരിക്കണം. ജനൽ തുറന്നാൽ അപ്പുറത്തേക്ക് വിടും, അപ്പുറത്തേക്ക് പോകും കേട്ടോ. അതുകൊണ്ടാണ് ജനൽ അടച്ചിരിക്കുന്നത്. ഇനിയും ഉണ്ട് ബോളുകൾ, ഇനി ഇഷ്ടം പോലെ ബോളുകൾ ഓരോന്നിൻ്റെ അടിയിലും കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അവൻ. ഇനി ഓരോന്ന് നോക്കിയെടുക്കണം. ഇത് കണ്ടോ എന്തൊക്കെയാണ്, പൊന്നിൻ്റെ ടോയ്സാണോ ഇതൊക്കെ? ഇതൊക്കെ പൊന്നിൻ്റെ ടോയ്സാണോ? ഇത് സ്കൂബി മോൻ്റെ ടോയ്സാണോ? മമ്മയുടെ പൊന്നിൻ്റെ ടോയ്സാണോ അതൊക്കെ? കണ്ടോ നോക്കുന്നത്. അത് ആരെയും തോടിപ്പിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, എല്ലാം ടർക്കി കൊണ്ട് തുടച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവൻ കടിച്ചെടുക്കട്ടെ, അവന് അത്യാവശ്യമുള്ളതെന്നും പറഞ്ഞു. എവിടെ പൊന്നു, മോൻ്റെ ഏതാണ് ഇഷ്ടം? മോനെ ഏത് ടോയ്സാണ് ഇഷ്ടം? ഒന്ന് കാണിച്ചു തന്നേ. ഏത് ടോയ്സാണ് ഇഷ്ടം പൊന്നു? ഒന്ന് കാണിച്ചു തന്നെ. ഒന്ന് എടുത്തോണ്ട് വന്നേ. ക്യാരറ്റ് എടുത്തോണ്ട് വന്നേ. ക്യാരറ്റ് പൊന്നെ, ക്യാരറ്റ് എടുത്തേ. ഇതിൽ ക്യാരറ്റ് ഏതാണ്? ക്യാരറ്റ് എടുത്തേ, കടിച്ചെടുത്തോണ്ട് വന്നേ. ക്യാരറ്റ് എടുത്തേ. ബോൺ എവിടെ? ബോൺ എവിടെ പൊന്നിൻ്റെ? കൂട്ടോ, എണീക്ക. അയ്യോ കിടക്കല്ലേ, കൊഞ്ചല്ലേ. ഇതൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. മുടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പെട്ടെന്ന് വന്നിരുന്നാലും പതുക്കെ പോവുള്ളൂ കേട്ടോ. ക്യാരറ്റ് ചെയ്ത് ബോൺ എല്ലാം അറിയാം കേട്ടോ കൊച്ചിന്. ബോൾ എടുത്തോണ്ട് വന്നീ പൊന്നാ, എടുത്തോണ്ട് വന്നേ. ബുള്ളറ്റ് കൊണ്ടുപോകുന്നത്. എടുത്തോണ്ട് വന്നേ. ക്യാരറ്റ് എടുത്തോണ്ട് വന്നേ പൊന്നാ. നമ്മുടെ മോൻ ക്യാരറ്റ് എടുത്തോണ്ട് വന്നേ. എണീക്ക, മടി കാണിക്കല്ലേ. ഇടാ കൊഞ്ചല്ലേടാ ചെക്ക കള. മോനെ എടുത്തോണ്ട് വന്നേ. മമ്മി പറയണേ എടുത്തോണ്ട് വന്നേ. എൻ്റെ മോനെ എല്ലാം അറിയാം. ഒന്ന് ഫാൻസിനൊക്കെ കാണിച്ചു കൊടുത്ത് എൻ്റെ മോൻ ക്യാരറ്റ് എടുക്കണത്, ബോൺ എടുക്കണത്, ബോൾ എടുക്കണതൊക്കെ. എല്ലാവരും ഗുഡ് ബോയ് എന്ന് പറയണ്ടേ? ഫാൻസൊക്കെ മോനെ ഗുഡ് ബോയ് എന്ന് പറയണ്ടേ? ക്യാരറ്റ് എടുത്ത്. ക്യാരറ്റ് എടുക്ക. ക്യാരറ്റ് എവിടെ? ആ തൊട്ട് കാണിക്കാനല്ല പറഞ്ഞ, ക്യാരറ്റ് എടുത്തോണ്ട് വാ. ഓ ഹായ് തരുന്ന കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേ. ഹായ് തന്നേ. ഹായ്. അപ്പുറത്തെ കൈയുണ്ട്. പൊന്നു ക്യാരറ്റ് തൊട്ട് കാണിക്കാനല്ല മമ്മി പറഞ്ഞത്, എടുത്തോണ്ട് വരാം, കടിച്ചെടുത്തോണ്ട് വരാം. ബോൺ എവിടെ? പൊന്നിൻ്റെ ബോൺ എവിടെ? പൊന്നിൻ്റെ ബോൺ എവിടെ? ചെറിയ ബോണുണ്ട്, വലിയ ബോണുണ്ട്. എവിടെ പൊന്നു? എടേ. ക്യാരറ്റ് എടുത്തേ. കടിച്ചെടുത്തേ. ഏത് എടുത്തോണ്ട് വന്ന് ഇവിടെ വാ. മമ്മിയുടെ അടുത്ത് കൊണ്ടുവാ. ഇവിടെ കൊണ്ടുവാ. ക്യാരറ്റ് കൊണ്ടുവാ. കടിച്ചെടുത്തോണ്ട് വാ പൊന്ന്. ഇവിടെ കടിച്ചെടുത്തോണ്ട് വന്നേ. ഡാഡൊക്കെ കൊടുക്കുക കേട്ടോ. ഡാഡിയുടെ ഇവിടെ പോവാട്ടെ. എടുത്തോണ്ട് വാ. ഗുഡ് ബോയ്. എടുത്തോണ്ട് വന്നേ. ക്യാരറ്റ് എടുത്തോണ്ട് വാ. അച്ഛനെ കണ്ടപ്പോൾ അങ്ങോട്ട് കൊഞ്ചാൻ പോയിരിക്കുന്ന കേട്ടോ. അവനെ എടുത്തോണ്ട് വരുമോ കേട്ടോ. അവനെല്ലാം അറിയാം. ഇന്നലെ രാത്രി അവനെ എല്ലാം എടുത്തോണ്ട് വന്നതാണ്. ക്യാരറ്റ് എടുത്തേ പൊന്ന്. ക്യാരറ്റ് കടിച്ചെടുത്തേ. ബോൾ എടുത്തേ. പൊന്നിൻ്റെ ബോൾ ഇന്നലെ മമ്മി മേടിച്ചുകൊണ്ടുവന്ന ഗ്രീൻ കളറിൻ്റെ ബോൾ എന്തേ പൊന്നു? ബുള്ളറ്റിന് കൊടുക്കണ്ട. ഗ്രീൻ കളറിൻ്റെ ബോൾ എവിടെ? പുറത്തോട്ടൊരു നോട്ട വന്ന് നോക്കിയിട്ട് പോകുന്ന കേട്ടോ. വന്ന് നോക്കും, മണപ്പിക്കും, പോവും. എന്താ ഈ മോളോട്ട് നോക്കണേ? എണീറ്റിരുന്ന് നോക്കുന്ന കേട്ടോ. ടോയ്സൊക്കെ ഉണ്ടോ ഒന്ന്. അന്ന് ടോയ്സൊക്കെ നോക്കും, അങ്ങോട്ട് നോക്കും. മമ്മി കാലുവിന് കൊടുക്കട്ടെ. ഇത് കാലുവിന് കൊടുക്കട്ടെ. ഈ ക്യാരറ്റും ബോളും ഒക്കെ കാലുവിന് കൊടുക്കട്ടെ മമ്മ. പൊന്നു മമ്മ കൊടുക്കട്ടെ. കൊടുക്കണോ?
പൊന്നു കൊടുക്കണോ? ഫുഡ് കഴിക്കണ്ടേ നമുക്ക്? മെഡിസിൻ കഴിക്കണ്ടേ നമുക്ക്? ബിസ്ക്കറ്റ് കഴിച്ചോളൂ. ഇത് കാളുവിന് കൊടുക്കാം കേട്ടോ. ഈ ബോൾ മമ്മി കാളുവിന് കൊടുക്കാം. ഇത് ഈ ബോൾ കൊടുക്കണോ? അതായത് പച്ച ബോൾ കൊടുക്കാം മമ്മക്ക്. അപ്പോൾ ആ ഗ്രീൻ ബോൾ കൊടുക്കാം. നീ എന്തിനു വരുന്നത്? നിനക്ക് വേണ്ടല്ലോ. ഇത് കൊടുക്കാം. ഈ ഗ്രീൻ ബോൾ കൊടുക്കാം. എന്നാ എടുക്കത്. എടുക്ക്. എന്നാൽ ഇത് റെഡ് ബോൾ കൊടുക്കാം മമ്മ. നോക്കൂ, നീക്കി വന്ന് പിടിക്കണം. കാളുവിന് കൊടുക്കാതിരിക്കണം കേട്ടോ. എന്നാൽ ക്യാരറ്റ് കൊടുക്കാം മമ്മ. ക്യാരറ്റ് കൊടുക്കാം. കാളുവിന് കൊടുക്കട്ടെ. ഇത് കൊടുക്കാം മമ്മ. അപ്പോൾ പൊന്നിൻ്റെ ബോളവിടെ. ബോളൊക്കെ എടുത്തുകൊണ്ട് വന്നേ. ബോൾ എടുത്തുകൊണ്ട് ഒന്ന് കളിച്ചോ ഏട്ടാ. ബോൾ എടുത്തുകൊണ്ട് ഒന്ന് കളിച്ചോ. ഇനി അവിടെ കുറച്ച് നേരം കിടക്കും കേട്ടോ. ഇനി കാളുവിന് കൊടുക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അതവിടെ കുറച്ച് നേരം കളിപ്പാട്ടത്തിനൊക്കെ കാവൽ കിടന്നോളൂ ഇനി. അയ്യോ, ഭയങ്കര വിഷമത. മമ്മി കൊടുക്കൂലടാ കള്ള. മമ്മി കൊടുക്കൂലടാ. എൻ്റെ പൊന്നിനല്ലേ. മമ്മി കാളുവിന് ഫുഡ് മാത്രമല്ലേ കൊടുക്കുള്ളൂ. അവൻ ഇതൊന്നും ഇട്ട് കളിക്കൂല ഏട്ടാ. എടുത്തോണ്ട് വന്ന് കളിക്ക്. മമ്മി ഫുഡ് തണുക്കട്ടെ തരാം. ഡാഡീൻ്റെ അടുത്ത് കിടക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഡെയിലി വീഡിയോ ഇടണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഞാൻ വീഡിയോ ഇടുന്നത് കൊള്ളുന്നില്ലെങ്കിലും ക്ഷമയോടെ ഇരുന്ന് കാണുക കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. പിന്നെ അതുകൂടാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ, മെസ്സേജും ചെയ്യണേ ണ്ടോ. നീ ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. മഴ കറുത്തിരണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തത് ചൂടുണ്ട്. പക്ഷേ മഴ ഭയങ്കരമായിട്ട് കറുത്ത് ഇരുട്ടായിട്ട് ഇരിപ്പുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്ന ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും തോന്നുന്നു. എന്നാലും ഞാൻ അലക്കി താഴത്തെ ഫ്ലാറ്റിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് മഴ ചാറുന്നുമുണ്ട്. പക്ഷെ പെരുമഴയായിരിക്കും ഇന്ന്. ഇനി 2-3 ദിവസം ബംഗ്ലാ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ മോൻ കിടക്കുന്നു കേട്ടോ. പാവങ്ങളാ കേട്ടോ. ചോറൊക്കെ കൊടുത്തു. മരുന്ന് ഉച്ചയ്ക്കുള്ളത് എനിക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. ടാബ്ലറ്റ്സ് കൊടുക്കാൻ. ഭക്ഷണത്തിന് മുമ്പുള്ള ടാബ്ലറ്റ്സ് വായ തുറന്ന് ഞാൻ കൊടുക്കും കേട്ടോ. പക്ഷെ അതിന് ശേഷമുള്ള ടാബ്ലറ്റ്സ് ഞാൻ ചോറിൽ വെച്ചിട്ട്, ചോറ് കൊടുക്കുമ്പോൾ നല്ല ബ്ലാ ഇരിക്കുമല്ലോ. അപ്പോൾ ചോറിൽ വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് കൊടുക്കും കേട്ടോ. ഈ വലിയ ടാബ്ലറ്റ്സാണ്. അപ്പോൾ അത് രാത്രിയാണ് കഷ്ടപ്പാട്. രാത്രി പെഡിഗ്രിയോ. അവനിപ്പോൾ മുട്ട കഴിക്കുന്നില്ല കുറേ ദിവസമായിട്ട്. മുട്ട കഴിച്ചാൽ കൊള്ളായിരുന്നു. ഞാൻ മുട്ട 4 എണ്ണം പുഴുങ്ങും. അങ്ങനെ ഞാൻ വെറുതെ കളഞ്ഞു. പുറത്തെ പട്ടിക്കൊക്കെ കൊടുത്തു കേട്ടോ. പുറത്തെ സ്ട്രീറ്റ് പപ്പീസിനൊക്കെ കൊടുത്താൽ തീർത്തു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറയുമ്പോൾ ഇത്രയും 4 എണ്ണം നമ്മൾ പുഴുങ്ങി ബോയിൽ ചെയ്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവൻ കഴിച്ചില്ലെങ്കിൽ അതൊരു എന്തോ മുട്ട കാണുമ്പോഴേ ഇവൻ കട്ടിൻ്റെ അടിയില്ല കേട്ടോ. ഇടയ്ക്ക് മുട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ മുട്ട ഭയങ്കര ഇഷ്ടമല്ല. കുറേ കഴിയുമ്പോൾ കഴിക്കുമായിരിക്കും, ടേസ്റ്റ് വരുമ്പോൾ. ഇത് എന്തൊക്കെയായില്ലെങ്കിൽ അവൻ മുട്ട കഴിക്കുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പാവങ്ങളായിട്ടോ. ഇവരെയൊക്കെ സ്നേഹിച്ചിൽ നമ്മൾ ഇനി ഈ ലോകത്തിൽ എന്തുവാ അല്ലേ. ഇവരെ പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ. ഇല്ലെങ്കിൽ നമ്മളെന്തോ അല്ലേ. അത് നമ്മളെ സ്നേഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴേ ഇവിടെ വന്ന മലയാളികൾക്കും ഒക്കെ അറിയാം. ഞാൻ ഒരു ഗസ്റ്റ് വന്നാൽ അവരെ നന്നായിട്ട് സ്വീകരിക്കുക. എനിക്കൊരു കാര്യം ചെയ്താൽ ആ കാര്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യണമെന്നാണ് എൻഡിങ് വരെ. അത് ഫസ്റ്റ് വന്നിട്ട് സെക്കൻഡിൽ അവിടെ പകുതി വെച്ച് നിർത്താനല്ല. നമ്മൾ ഇവരെ നോക്കിയിരുന്നാൽ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ അവർ പോകുന്നവരെ നമുക്ക് നമ്മുടെ മുഖം കൊണ്ട് പോലും അവർക്കൊരു വേദന വരരുത് എന്നൊക്കെയാണ്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അങ്ങനെയാട്ടോ. ഞാൻ ഓരോ മര്യാദ അനുസരിച്ച് ചെയ്യും. പിന്നെ അത് ഇവിടെ വരുന്ന എല്ലാ മലയാളികൾക്കും, ഇവിടെ വന്നുകൊണ്ടിരുന്നവർക്കും, ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നവർ ഉണ്ടാകും, എനിക്കറിയാം ഉണ്ടാകും. എൻ്റെ കസിൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ വെൽക്കം ചെയ്യാൻ ഞാൻ ഭയങ്കര വിരുദ്ധത്തിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവൻ്റെ നേരത്തെ ഒരു പപ്പി ഉണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് നോക്കിയിരുന്നു. ഇവനെ ആയിരുന്നു നമ്മൾ നോക്കുമ്പോൾ നല്ലതായിട്ട് നോക്കുക. ഈ ആർക്കാനും വേണ്ടി ഓർക്കാനിക്കാൻ നോക്കരുത്. എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ആൾക്കാരെ കാണിക്കാനല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. ഇപ്പം ഇവൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നു, ഇല്ലെങ്കിൽ കാണിക്കുന്നില്ല. ഇവൻ്റെ വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ പോകുന്നില്ല. കാരണം ഇവൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഈ പെറ്റിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവനെക്കുറിച്ച് കാണിക്കുന്നത്, മോനെക്കുറിച്ച്. അപ്പോൾ നമ്മളങ്ങനെ അവരെ നോക്കുമ്പോൾ നല്ലതായിട്ട് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളൂ അല്ലേ.
നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളൊക്കെ ഇതേ ഉള്ളൂ. പാവങ്ങളല്ലേ അവർ. ഭൂമയാണ്. ഭൂമ എന്ന് പറഞ്ഞാൽ വായെടുത്തവർക്ക് പറയാൻ പറ്റാതെ ഉള്ള ജീവികളാണ്. അവർ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കെട്ടിയിട്ട് വളർത്തുന്നു കൂട്ടിലിട്ട് വളർത്തുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, പിന്നെ ഇവൻ നായയല്ലേ പട്ടിയല്ലേ. ഈ പട്ടി നായ എന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ. എൻ്റെ മകനെ മറ്റുള്ളവർ പറയുമായിരിക്കാം, അവരെ അത് തന്നെയായിരിക്കാം പേര്. പക്ഷെ എന്നിരുന്നാലും അത് നമ്മളോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. നമ്മുടെ മക്കളെ പോലെ നോക്കുന്നുണ്ടാവാം. ആരെങ്കിലും വന്ന് ഈ പട്ടി എന്നൊക്കെ പണിക്കാർ എന്നെ വന്ന് പറഞ്ഞു തന്നാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. ഞാൻ അപ്പോൾ പറയാം അവന് പേരുണ്ട്, ഇല്ല നിങ്ങൾ വിളിക്കണ്ടെന്ന്. എനിക്കത് ഇഷ്ടമല്ല. അത് ഞങ്ങൾ 4 പേർക്കും ഞങ്ങളുടെ ഫാമിലിക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. അവർ എന്താ പറയുന്നത്, കൂട്ടിലിട്ട് വളർത്തുക അങ്ങനെയുള്ള ഇതിലൊന്നും എനിക്കൊന്നുമല്ല. അവർ നമ്മുടെ ഈ 4 റൂമിലാണെങ്കിലും ഓടിച്ചാടി നല്ല ഫ്രീഡത്തിൽ അവർ നമ്മളെ പോലെ തന്നെ കിടക്കണം. ഇത് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നോക്കും, നമ്മൾ കിടക്കുന്നത് അത് ദയനീയമായ നോട്ടം. എനിക്കതൊന്നും അത്ര അധികം അങ്ങോട്ട് മനസ്സിൽ ബോധിക്കില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ മനസ്സല്ലേ, ഓരോരുത്തർക്ക് ഓരോന്ന് പെറ്റുകളുണ്ടെങ്കിൽ അതൊരു സ്മെല്ല് വരിക സത്യമാണ്. എത്ര നമ്മൾ എന്തൊക്കെ വെച്ച് ക്ലീനാക്കിയിരുന്നാലും ഒരു സ്മെല്ലുണ്ടാകും. പക്ഷെ അവരെ അത്രത്തോളം വൃത്തിയാക്കുക, ആ സ്മെല്ല് കുറയും. പുറത്ത് പണിക്കാരികളിരുന്ന് പണി ചെയ്തു, അതുകൊണ്ടാണ് ഈ കുറക്കുന്നത്. അപ്പോൾ നമ്മൾ വർത്തമാനം വന്നുകൊണ്ട് ഇടയ്ക്ക് അപ്പോൾ പൂജ വരുന്നതല്ലേ, അപ്പോൾ എല്ലാവരും ജനലും ഇതൊക്കെ തുടക്കം. ഇപ്പോൾ ലക്ഷ്മി പൂജയും ഇവരുടെ ദസറയൊക്കെ വരുന്നതല്ലേ. അതാണ് ബാബന്ന അവിടെ പണിക്കാരെന്ന് തുടക്കുന്നെന്ന് നിനക്കെന്താ? ബാ ഒരാളെ എത്തില്ല കേട്ടോ. വേണ്ട ഇങ്ങോട്ട് വാ, അപ്പുറത്തെ ഫ്ലാറ്റിലാണ് കേട്ടോ. അതാണ് ഈ കുരക്കുന്നത്. ബാ കയറി വന്നു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു മഹാഭാവത്തിന് ഞാനില്ല. എനിക്ക് നോക്കുന്നുണ്ടെങ്കിൽ നേരാമണ്ണം നോക്കുക. നമ്മൾ കഴിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടി കഴിക്കാൻ മേടിക്കുക. നമുക്കില്ലെങ്കിലും അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക എന്നാണ് പ്രമാണം. നമുക്കില്ലാത്തതുകൊണ്ടല്ല, നമുക്കുണ്ട്, അത്യാവശ്യത്തിന് നമുക്ക് ജീവിക്കാനൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് കേട്ടോ, നമുക്കില്ലെങ്കിൽ എന്നുള്ളതാണ് ഞാൻ ശീലിച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ ദയനീയ അവസ്ഥ ഇങ്ങനെ കണ്ടിരിക്കാനൊന്നും എനിക്ക് ഭയങ്കരമായിട്ടൊരു, എനിക്ക് എന്തെങ്കിലും അവന് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ ഡോക്ടറിനെ കാണിക്കണം, അവൻ്റെ വെയിറ്റ് തൂക്കണം, അവനെ ഇടയ്ക്ക് കാണിക്കണം എന്നൊക്കെ കേട്ടോ. മരണം വരെ, എൻ്റെ മരണം വരെയും ഇവിടെ എല്ലാവരുടെ മരണം വരെയും അവനെ നല്ലതായിട്ട് നോക്കും. അവരൊക്കെ നാക്കെടുക്ക പ്രാണികളല്ലേ, അവരെ നോക്കുന്നതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ കൂടുതലും കൂട്ടിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവർ നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലും പോയി അവർ വയലൻ്റ് ആവും കേട്ടോ. കൂടുതലും വയലൻ്റ് ആവും, ദേഷ്യങ്ങൾ കൂടുതൽ വരും അങ്ങനെ കൂടുതൽ കെട്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ കെട്ടി ഇടുന്നതൊന്നും എൻ്റെ മോൾക്കോ മോനോ ഞങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുണ്ടെങ്കിൽ എങ്ങനെ എത്ര ഉണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ സ്കിന്നിൻ്റെ മെഡിസിനും മുടിയുടെ മെഡിസിൻ കൊടുത്തിരുന്നാലും മുടിയൊക്കെ എപ്പോഴും ദീപക്ക് അടിച്ചു തന്നപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, എത്രയായാലും ഒരു ഇച്ചിരി മുടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഒരു 2-3 പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് പണി കൂടുതലാണ്, അത് സത്യമാണ്. പിന്നെ ബെഡൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവർ ബെഡ്ഷീറ്റൊക്കെ 2-3 ദിവസം കൂടുമ്പോഴാണ് മാറുന്നത്. ഞാൻ അങ്ങനെയല്ല ഒന്നിരാടെ മാറ്റണം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, കാരണം ഇപ്പം കിടക്കുന്നുള്ളതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, സ്മെല്ല് അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. അവൻ ചിലപ്പോൾ ഞാൻ തുടച്ചു കൊടുത്ത നനവൂടായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കയറുന്നത്, ഓടി വന്ന് കയറുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ ഇത് അപ്പം മാറിക്കൊണ്ടിരിക്കും, അത്ര തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമതകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡാഡിയുടെ അടുത്ത് പോകുന്ന കൊഞ്ചൻ കിടക്കട്ടെ, പൊന്നാ കിടക്കട്ടെ. ഇത് കണ്ട നിന്ന് മൊത്തം ഡാഡിയായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ. ഇത്ര നേരം വന്ന് കാലിൻ്റെ അവിടെ കിടക്കുന്നതായിരുന്നു ഈ പില്ലോയിൽ തല വെച്ച്. ഇനി കുറച്ച് നേരം കളിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.